ഹൈ മക്കൾസ്, നിങ്ങളുടെ എക്സാം ഒക്കെ അടുത്ത് വരികയാണല്ലേ. നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ കഴിഞ്ഞ് അവസാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സോഷ്യൽ സയൻസിലെ ഏറ്റവും അവസാന ചാപ്റ്ററിനുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ അവസാന ചാപ്റ്റർ ഇതാണ്, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ. അതിൽ നമ്മൾ ശരിക്കും പഠിക്കുന്നത് നമ്മുടെ സമൂഹത്തെ പറ്റി, നമ്മുടെ സൊസൈറ്റിയെ പറ്റി കുറച്ച് നമ്മുടെ സമൂഹത്തെ കുറിച്ച് ഡീപ്പായി നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ഗ്രൂപ്പ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ അതല്ലേ, സാമൂഹ്യ സംഘങ്ങൾ. എന്താണ് ഈ സംഘം അല്ലെ? കുറെ ആളെ കൂട്ടി അടിക്കാൻ വരുന്ന ടീമാണ് ഈ സംഘം. അതൊന്നും അല്ല അല്ലെ. നമുക്ക് വളരെ എളുപ്പത്തിൽ വേഗം പഠിക്കാം. ആദ്യം നിങ്ങൾ നോക്കുക, എന്താണ് സാമൂഹ്യ സംഘം, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പ്സിൽ അകപ്പെട്ട ആളുകളാണ്. ഞാനും നിങ്ങളൊക്കെ ഓരോ സോഷ്യൽ ഗ്രൂപ്പിന്റെ ആളുകളാണ്. അപ്പൊ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? എക്സാമിന് ചോദിക്കുകയാണ്, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതാം? നോക്ക് നിങ്ങൾ, എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ ഫോംഡ് വെൻ ടു ഓർ മോർ പീപ്പിൾ ഹു കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് അതേഴ്സ് ഡയറക്ട്ലി ഇൻ or indirectly and work together for some goals come together. എന്താണ് പറഞ്ഞത്? സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരം നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ ആളുകൾ ഒത്തുചേരുമ്പോൾ ഒരു സോഷ്യൽ ഗ്രൂപ്പ് രൂപപ്പെടുന്നു. അപ്പൊ ഇതെന്താ സാറേ ഇങ്ങനെ ഒരു സംഭവം? ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയട്ടെ. നിങ്ങളുടെ അടുത്ത 3-4 ഫ്രണ്ട്സ് എന്ന് വിചാരിക്കും. നിങ്ങൾ സ്കൂൾ വിട്ട് പോയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്ന ആളുകളാണ്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ആളാണ്. നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ ഒന്നിച്ച് പോകുന്ന ആളാണ്. സൈക്കിൾ ഓടിക്കാൻ നിങ്ങൾ ഒന്നിച്ച് പോകുന്ന ആളാണ്. മീൻ പിടിക്കാൻ നിങ്ങൾ ഒന്നിച്ച് പോകുന്ന ആളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ ഗ്രൂപ്പാണ്. അത്രയും ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. 1-2 അധികം ആളുകൾ ഉണ്ടായിരിക്കണം. അവർ ഒരേ കാര്യത്തിന് വേണ്ടി പലപ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം. അവരെ വിളിക്കുന്നവരാണ് സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ സംഘങ്ങൾ എന്നത്. സിമ്പിൾ അല്ലേ, എളുപ്പമല്ലടാ. അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. നോക്കി നിങ്ങൾ. ഇനി വാട്ട് യു മീൻ ബൈ ക്വാസി ഗ്രൂപ്പ് ഓർ സോഷ്യൽ അഗ്രിഗേറ്റ്? സോഷ്യൽ ഗ്രൂപ്പിന്റെ മറ്റൊരു സാധനമാണ് എന്താണ്? ക്വാസി ഗ്രൂപ്പ്, അർദ്ധ സംഘങ്ങൾ, അർദ്ധ ഗ്രൂപ്പുകൾ. അതേപോലെ സഞ്ചയം എന്ന് പറയും അല്ലെ, സോഷ്യൽ അഗ്രിഗേറ്റ്, സാമൂഹ്യ സഞ്ചയങ്ങൾ എന്ന് പറയും. എന്താണ് ഈ സഞ്ചയങ്ങൾ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഇതും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതായിരിക്കും, നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നതായിരിക്കും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ. ഇഷ്ടംപോലെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ അറിയുന്ന ആളാണ് അല്ല, പക്ഷെ അവിടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ പോവാ, കണ്ടമാനം ഇഷ്ടം പോലെ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിലും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അടുത്ത ആൾക്കാർ അല്ല, അവിടെയും വന്നിട്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ സഞ്ചയങ്ങൾ അല്ലെങ്കിൽ ക്വാസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദോസ് ആർ വിത്തൗട്ട് നോയിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഈച്ച് അതർ. പരസ്പരം അറിയുകയോ അല്ലെങ്കിൽ പരസ്പരം ആശയവിനിമയം നടത്താത്ത ആളുകൾ വലിയൊരു ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് ക്വാസി ഗ്രൂപ്പ്, അർദ്ധ സഞ്ചയങ്ങൾ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇതാണ് ഗ്രൂപ്പും ഈ ക്വാസി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 തരം ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാണ് പ്രൈമറി ഗ്രൂപ്പ്, രണ്ടാമത് സെക്കൻഡറി ഗ്രൂപ്പ്. ഞാൻ ചോദിക്കട്ടെ, പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഥമിക സംഘം അല്ലെ. പ്രൈമറിയുടെ മലയാളം പ്രാഥമിക സംഘം. അപ്പൊ പ്രാഥമിക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാഥമിക അല്ലെങ്കിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം അല്ലെ. അങ്ങനത്തെ ആളുകൾ വെച്ചുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് എന്താ? പ്രാഥമിക സംഘം, പ്രൈമറി ഗ്രൂപ്പ് എന്നൊക്കെയല്ലോ. അത് കമ്പാരിറ്റീവ്ലി ചെറിയ ഗ്രൂപ്പുകളായിരിക്കും അല്ലെ. എവിടെയാ? Primary group is composed of small group of people with intimate relationship, face-to-face interaction and the mutual cooperation. എങ്ങനത്തെ ആളുകളാണ്? വളരെ ചെറിയ ആളുകളായിരിക്കും, ദിവസം ഫേസ് ടു ഫേസ് നമ്മൾ ദിവസം കാണുന്ന ആളുകളായിരിക്കും. അതുപോലെ എന്താണ്? വളരെ മ്യൂച്വൽ കോഓപ്പറേഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് പോകുന്ന ആളുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഈ പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ആരൊക്കെ അതിലുള്ള? ഫോർ എക്സാമ്പിൾ നോക്കി നിങ്ങൾ. 1, members know each other. ആ ഗ്രൂപ്പിലെ ആളുകൾക്ക് പരസ്പരം അറിയാൻ സാധിക്കും. അതാണ് പ്രൈമറി ഗ്രൂപ്പിന്റെ പ്രത്യേകത. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഇന്റിമസി among the members. ആ അംഗങ്ങൾക്കിടയിൽ, ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ പരസ്പരം ഇന്റിമസി ഉണ്ടായിരിക്കും. ഇന്റിമസി എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടായിരിക്കും അല്ലെ, ഒരു അനുകമ്പം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളെ ബെഞ്ചിലിരിക്കുന്ന 5 ഫ്രണ്ട്സ്, നിങ്ങൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇന്റിമസി ഉള്ള ആളുകളായിരിക്കും. നിങ്ങളുടെ ഫാമിലി അച്ഛനും അമ്മ ഏട്ടനും അനിയൻ, അവരുമായി നിങ്ങൾക്ക് വളരെ ഇന്റിമസി ഉള്ള ആളുകളായിരിക്കും അല്ലെ. അടുത്ത് നോക്ക് നിങ്ങൾ, കണ്ടിന്യൂ കമ്മ്യൂണിക്കേഷൻ among the members. സ്ഥിരമായി നിങ്ങൾ അവരുമായി സംസാരിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ വീട്ടിൽ സംസാരിക്കാനുണ്ടായിരിക്കും, സ്കൂളിലെത്തി സംസാരിക്കും, സ്കൂൾ വിട്ട് വൈകുന്നേരം കളിക്കാൻ വേണ്ടി പോയി നിങ്ങൾ സംസാരിക്കും. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഈസ് മേജർ എയിം. എന്താ നിങ്ങളുടെ ലക്ഷ്യം? എന്താ? നിങ്ങളുടെ ആ ടീമിലെ ആളുകളുടെ നല്ല കാര്യങ്ങൾ, വെൽഫെയർ, ക്ഷേമമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെ. അതുപോലെ തന്നെ മ്യൂച്വൽ കോഓപ്പറേഷൻ among the members. ആ അംഗങ്ങൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം ഉണ്ടായിരിക്കും അല്ലെ. നോക്കി നിങ്ങൾ എക്സാമ്പിൾ നോക്ക്, ഫാമിലി, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ്, നെയ്ബേഴ്സ്, ക്ലാസ്മേറ്റ്സ്, ഇതൊക്കെ നമ്മുടെ പ്രൈമറി സംഘങ്ങളാട്ടോ. ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. എക്സാമ്പിൾ വേണമെങ്കിൽ ചോദിക്കും. ഈ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്, പിയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമപ്രായക്കാരുടെ സംഘം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ എന്റെ സമപ്രായക്കാരാണ്. അപ്പം എന്റെ അത് ഗ്രൂപ്പ് അല്ലെ. നിങ്ങളുടെ സ്കൂൾ, നിങ്ങളെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ സമപ്രായക്കാർ, അതൊക്കെ എന്താണ്? നമ്മുടെ
പ്രൈമറി ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കാം കേട്ടോ. രണ്ടാമത് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഗ്രൂപ്പാണ്, പക്ഷേ നമ്പർ കുറച്ച് വലുതായിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞ പോലെ ഫേസ് ടു ഫേസ് ബന്ധമൊന്നും ഉണ്ടായിരിക്കും, ഒരു ഫോർമൽ റിലേഷൻ ആയിരിക്കും നമ്മൾ ആരായിട്ടുണ്ടാവുക, നമ്മുടെ ദ്വിതീയ ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പായിട്ട് നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. മോർ മെമ്പേഴ്സ് ദാൻ പ്രൈമറി ഓഫ് ഗ്രൂപ്പ് അല്ലെ. ഫോർമൽ റിലേഷൻ അമംഗ് ദ മെമ്പേഴ്സ്, ഒരു ഔപചാരിക ബന്ധമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഫോംഡ് സാറ്റിസ്ഫൈ ദ കോമൺ നീഡ് ഓഫ് ദ മെമ്പേഴ്സ്, എന്താണ് ആ അംഗങ്ങളുടെ ഒരു കോമൺ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുക. പേഴ്സണൽ യൂസ്ഫുൾനെസ് ഈസ് ബേസ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. ദ സം സെക്കൻഡറി ഗ്രൂപ്പ്സ് കേസ് ടു എക്സ്1 ഒബ്ജക്റ്റീവ് ആർ സാറ്റിസ്ഫൈഡ് അല്ലെ. എന്തെങ്കിലും ഒരു ലക്ഷ്യം നിറവേറ്റാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇവിടെ എജുപോലുള്ള കുറെ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. എന്താ ഞങ്ങളുടെ ലക്ഷ്യം, എന്താ സൊറ പറഞ്ഞിരിക്കണം അല്ല, നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് റെഡിയാക്കുക, നിങ്ങളെ ക്ലാസ് എടുക്കുക, നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് അല്ലേ. അപ്പൊ അത് സെക്കൻഡറി ഗ്രൂപ്പാണ്, ഒരിക്കലും എന്തല്ല പ്രൈമറി ഗ്രൂപ്പ് അല്ല. റെഡി. ഇനി എന്തൊക്കെയാ അതിന് എക്സാമ്പിൾ? ക്ലബ്സുകൾ. നിങ്ങളുടെ നാട്ടിൽ ക്ലബ്ബുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ആർട്സ് ക്ലബ് ആയിരിക്കാം, സ്പോർട്സ് ക്ലബ് ആയിരിക്കാം, ഫുട്ബോൾ ക്ലബ് ആയിരിക്കാം. അതിന്റെ ലക്ഷ്യം എന്താ? ഫുട്ബോൾ നടത്തുക, സ്പോർട്സ് നടത്തുക, ആർട്സ് നടത്തുക എന്ന് മാത്രം അല്ലെ. രണ്ടാമത്തോ എംപ്ലോയീസ് ആയിട്ട് വർക്ക്, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കോളേജ് ക്ലാസ്, സ്പോർട്സ് ടീം, ഇതൊക്കെ എന്താണ് നമ്മുടെ സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പുകളെ പറ്റി നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എക്സാം ഇവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്താ? ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ സംഘങ്ങൾ, അതേപോലെ അതിന്റെ വ്യത്യസ്ത തരം ഗ്രൂപ്പുകൾ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. എക്സാമും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്, നമുക്ക് സെറ്റ് ആക്കണം. ഓക്കെ, സോ മക്കളെ ബൈ.